സമുദ്രയാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓസ്ട്രേലിയയിലെ അഡ്ലൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു വൈനറി വിസിറ്റിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ യലുംബ എന്നാണ് വൈനറിയുടെ പേര്. ഇത് ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വൈനറിയാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോർട്ടിൽ ഞങ്ങളിങ്ങനെ പതുക്കെ പോവാണ്. കുറച്ച് ദൂരമുണ്ട്. കാരണം വെച്ചാൽ ഈ വൈനറികൾ എപ്പോഴും ഒന്നെങ്കിൽ വാലിയിലോ അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്കായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വൈൻ്റെ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സാധാരണ ആലോചിക്കുന്ന കാര്യമാണ്, വെള്ളം ഒരിക്കലും ഈ വൈൻ ഗ്രേപ്പിന് കൂടുതലും ആവാൻ പാടില്ല, കുറവും ആവാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വൈനറികളെല്ലാം കുന്നിൻ്റെ സൈഡുകളിൽ അല്ലെങ്കിൽ ഒരു ചെരിവുള്ള ഒരു സ്ലോപ്പുള്ളിടത്തായിരിക്കും എപ്പോഴും. കാരണം അപ്പോൾ വെള്ളം ശരിക്കും ഡ്രെയിൻ ചെയ്ത് പോകും. പിന്നെ അതുപോലെ തന്നെ സൺലൈറ്റൊക്കെ കിട്ടാനായിട്ട് ചെരിഞ്ഞാണെങ്കിൽ എല്ലായിടത്തും കറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടും. എല്ലാ ഇലയിലും എല്ലാ ഗ്രേപ്പിലും കറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് കുറച്ച് ട്രാവലിംഗ് ഉണ്ട് ഇവിടെ നിന്ന്. ഇപ്പോൾ ആ കാണുന്നതാണ് ഷിപ്പ്. സാധാരണ ഷിപ്പ് എൻ്റെ ഒരു വീഡിയോയിലും കാണിക്കാത്തതാണ്. ഇന്നിപ്പോൾ അത് കിട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഓസ്ട്രേലിയ ഒരു കോണ്ടിനെൻ്റാണ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒരു വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് കൺട്രിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കാർ പ്രൊഡക്ഷൻസ് ഒന്നും ഇല്ല. ഈ കാണുന്ന കാറുകളെല്ലാം ഇപ്പോൾ നിങ്ങൾക്കൊരു ഷിപ്പ് കാണാൻ പറ്റും. ആ ഷിപ്പിൽ കാർഗോ ചെയ്ത് വന്നതാണ്. അതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു കൺട്രി ആയിട്ട് എന്തുകൊണ്ട് അവർ കാർ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ലാന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കോസ്റ്റിന് മുതലാകുന്നില്ല. ഇപ്പോൾ കാണുന്ന ഒരു സ്ക്വയർ പോലൊരു ഷിപ്പ് ഉണ്ടോ, അത് സ്പെഷ്യലായിട്ട് കാറുകൾ കാർഗോ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഷിപ്പാണത്. അതിൻ്റെ ഷേപ്പ് നമുക്ക് എപ്പോൾ ഏത് കടലിൻ്റെ നടുക്ക് വെച്ചാലും ഈ ഷിപ്പുകൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. കാരണം ഒത്തിരി കാറുകൾ നമുക്ക് ഇങ്ങനെ മറ്റുള്ള കാർഗോ കൊണ്ട് തന്നെ തുറന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനൊരു സ്പെഷ്യൽ സെറ്റപ്പാണത്. അപ്പോൾ ഓരോ ഷിപ്പിലും ഒത്തിരി കാറുകൾ, ഞാൻ പണ്ട് കൊച്ചിയിലൊരു ഷിപ്പ് വന്നത് 35,000 കാറുകളാണ് ഒറ്റയടിക്ക് വന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണ്. പക്ഷേ ആകെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ടൈം ഒത്തിരി എടുക്കും. അപ്പോൾ അതാണ് ഓസ്ട്രേലിയയിലെ കാർ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പതുക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. നല്ലൊരു ബ്യൂട്ടിഫുൾ സണ്ണി ഡേ ആണ്. എന്തായാലും അത് നന്നായി. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഓസ്ബോൺ നേവൽ ഷിപ്പ് യാർഡിൻ്റെ മുമ്പിൽ കൂടെയാണ് പോയിട്ടുള്ളത്. ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞെങ്കിലും ഷിപ്പല്ല ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ സബ്മറൈനാണ് ഉണ്ടാക്കുന്നത്. അത് ഫ്രഞ്ച് ഒരു കമ്പനിയുടെ കൊളാബറേഷൻ വിത്ത് ഓസ്ട്രേലിയ ആണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് പോയി. പിന്നെ നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഒരു ടൗൺ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ ഒരു വില്ലേജ് സബർബ് ഒരു ഏരിയയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാനിവിടെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് വിതരണ സംവിധാനം നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ്, ഇന്ത്യയിലെ പോലെ തന്നെയാണ്. അതായത് ഫുള്ള് മുകളിൽ കൂടെ കമ്പി വലിച്ചിട്ടുണ്ട്. പോസ്റ്റൊന്നും നമ്മുടെ പോലെയല്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. എന്തൊക്കെയായാലും നല്ലൊരു നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു അതായത് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം അവിടെയും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മുകളിലൂടെ വലിച്ചിട്ടാണ്. പക്ഷേ ചില കൺട്രീസിലൊക്കെ മുകളിലൂടെ ഇല്ല, എല്ലാം ഭൂമിയുടെ അടിയിൽ കൂടെയാണ്. ഇത് ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലേഷൻ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു കോണ്ടിനെൻറ്റിൽ ആകെ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. പിന്നെ പറയുന്നതിന് ഇവിടെ മൈഗ്രൻസിന് കയറാനാണെങ്കിലും ഇത്തിരി പാടാണ്. അവർ മറ്റുള്ള കൺട്രീസിനെ പോലെ എല്ലായിടത്തും മൈഗ്രൻസിനെ ഒന്നും ഇറക്കുന്നില്ല. വെൽ ക്വാളിഫൈഡ് സ്കിൽഡ് ആയ ആൾക്കാരാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയാണ്. ഈ അഡ്ലൈഡ് എന്ന് പറഞ്ഞ സ്ഥലം സൗത്ത് ഓസ്ട്രേലിയയാണ് വരുന്നത്. അഡ്ലൈഡ് നമ്മളെല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയിട്ട് അഡ്ലൈഡിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. എല്ലാ ക്രിക്കറ്റും ഒട്ടുമിക്ക മാച്ചുകളും ഈ അഡ്ലൈഡിലെ ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ പ്രൊമോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഗൂഗിൾ എർത്ത് വഴി എടുത്തതാണത്. പിന്നെ ഈ അഡ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓസ്ട്രേലിയൻ സിറ്റീസിലെ 5th പോപ്പുലേറ്റഡ് സിറ്റിയാണ്. ഈ സിറ്റീനെ നമ്മൾ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ചർച്ചസ് എന്നാണ്. കാരണം ഇവിടെ റിലീജിയസൊക്കെ ഭയങ്കര ഫ്രീഡം ഉണ്ട്. പക്ഷെ നമ്മൾ ടൗണിലേക്ക് പോകത്തോണ്ട് അത് ചർച്ചസ് ഒന്നും അധികം കണ്ടില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഓസ്ട്രേലിയയിൽ ശരിക്കും ഒറിജിനൽ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോറിജിൻ എന്ന് പറയും. അബോറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആദിവാസികൾ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അവരാണ് റിയൽ ഓസ്ട്രേലിയൻസ്. പക്ഷേ ഓസ്ട്രേലിയൻ ആ കോണ്ടിനെൻ്റിലാണ്. പിന്നെ എങ്ങനെ വെള്ളക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തടവുകാരും
കുറ്റവാളികളും കൊണ്ട് നിറച്ചൊരു ദ്വീപാണിത്. അതായത് ഇതെല്ലാം കോമൺവെൽത്തിൽ വരുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ അധീനതയിലിരുന്ന് ബ്രിട്ടീഷുകാർ ഉള്ള കുറ്റവാളികളെ കൊണ്ട് തള്ളിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ഓസ്ട്രേലിയക്കാരുടെ അടുത്ത് പറഞ്ഞാൽ വില പോകില്ല. അവരെല്ലാം വെൽ എഡ്യൂക്കേറ്റഡും നല്ല ആളുകളാണ്. എനിവേ ഇതാണ് ഓസ്ട്രേലിയയുടെ ഒരു ഹിസ്റ്ററി. അവിടെ വെള്ളക്കാരെങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ കാര്യം ഇതാണ്. പിന്നെ ഈ അഡ്ലൈഡ് ഫുഡും വൈനുമാണ് ഏറ്റവും ഫേമസ്. കാരണം വേൾഡ് ഫേമസ് യാരാവാലിയൊക്കെ ഈ ഭാഗത്താണുള്ളത്. പിന്നെ യാരാവാലി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, വാലിയിലാണ്. അതായത് മലയുടെ ചെരുവുകളിലായിരിക്കും ഇപ്പോഴും ഈ വൈനറികൾ, അല്ലെങ്കിൽ മല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുന്നിൻ്റെ ചെരുവുകൾ. എനിക്ക് അങ്ങനെ കാണിക്കാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. കുറേ വീഡിയോ ഈ ട്രിപ്പിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വീഡിയോ വളരെ ചെറുതായിപ്പോയി. കാരണം വെച്ചാൽ ഒരു മലയുടെ മുകളിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഞാൻ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനത് അടുത്ത എപ്പിസോഡിലിടാം. അല്ലെങ്കിൽ അത് പോയി, അത് എൻ്റെ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. എത്ര ടഫായിട്ടും കിട്ടുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്ടിങ് ഇവൻ്റൊക്കെ ഇവിടെ കൂടുതലാണ്. പിന്നെ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളിവിടെ എത്തും. യാരാവാലിയിൽ യലുംബയുടെ ഇവിടെ എത്തും. ഈ കാണുന്നതാണ് മോട്ടർ. കുറേ ബൈക്കേഴ്സാണ്. ഞങ്ങൾക്ക് ഒരു ചെറിയ ആക്സിഡൻ്റ് ആയി. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നല്ല ഒത്തിരി ദൂരമുള്ളൊരു സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വൈനറികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ ബൈക്കുകാരുടെ കഥ പറയാം. ഞങ്ങളെല്ലാവരും കയറി നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ ഫൈബർ വണ്ടി ഇടിക്കുമ്പോഴുള്ള ഫസ്റ്റ് ശബ്ദമില്ലേ, ഫൈബറുകളെല്ലാം കുറയുന്നത്, ആ ഒരു ശബ്ദമൊക്കെ കേട്ടു. അപ്പോൾ മനസ്സിലായി ഈ ബൈക്കുകാരെ മുട്ടിയില്ലായിരുന്നില്ല. ആ ബസ് ചവിട്ടി അതുപോലെ തന്നെ നിന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. അവർ വഴി നോക്കാണ്ട് വട്ടം ക്രോസ് ചെയ്തു. അതാണ് പറ്റിയത്. അങ്ങനെ നമ്മൾ വൈനറിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് യലുംബ. ഇതൊരു ഫാമിലി കൊണ്ടാണ്. വൈനറിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. ഇത് അവരൊരു 1849 കൊണ്ട് പണിതൊരു ബിൽഡിംഗ് ആണിത്. ഇത് നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ അവരൊരു അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്ത് കാണും നമുക്ക് പോകാൻ. അവിടെയാണ് ശരിക്കും നമുക്ക് വൈൻ വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. ഇതാണ് ഇവരുടെ ടേസ്റ്റിംഗ് റൂം. ഞങ്ങൾ സ്ട്രൈറ്റ് ടേസ്റ്റിംഗ് റൂമിലേക്ക് പോയത്. എനിക്ക് നിരാശയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ടേസ്റ്റിംഗ് റൂമിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ ബാറിലൊക്കെ പോകുമ്പോൾ നോർമലി ഞങ്ങൾ പ്രൊഫഷണൽസാണ്. അപ്പോൾ ഞങ്ങൾ വൈനറി വിഞ്ഞാടും മേക്കിംഗ് പ്രോസസ്സ് കാണിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ സംഭവിച്ചില്ല. ഇപ്പോൾ പുള്ളിക്കാരത്തി ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഉത്തരം പറയുന്നത്, ഞാൻ ചോദിച്ചത് ഈ ഗ്ലാസ് എന്താ ടെമ്പറേച്ചർ. കാരണം ഈ വൈനുകളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. വൈറ്റ് വൈൻ തണുപ്പിച്ച് വേണം. അതായത് ഫ്രാൻസിലെ ടെമ്പറേച്ചർ വേണം നമ്മൾ ചെയ്യാനായിട്ട് 6 to 8 to 11. ഷാമ്പൈൻ ആണെങ്കിൽ 6 to 8. റെഡ് വൈൻ ആണെങ്കിൽ ഫ്രാൻസിലെ 18 ഡിഗ്രി. പക്ഷേ ഇത് ഫ്രാൻസിലെ ടെമ്പറേച്ചറും ഈ ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇവരുടെ ഈ യലുംബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ 1849 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 5th ജനറേഷനാണ്. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ അവർക്കറിയാൻ പറ്റും. കാരണം ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിയുമ്പോഴും വൈൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എനിക്കത് ഒട്ടും വിശ്വാസം ആകുന്നില്ല. കാരണം ഞങ്ങൾ ഈ റീസെൻ്റ് ഞങ്ങളുടെ ഹൗസ് ഷാമ്പയിൻ മാറ്റിയപ്പോൾ ഞങ്ങൾ 2 ഗ്ലാസ്സിൽ, അതായത് ഞങ്ങൾ പുതിയൊരു സീരീസ് ഓഫ് ഗ്ലാസ് ഞങ്ങൾ റിലീസ് ചെയ്ത് ആ ഗ്ലാസ്സിൽ വെച്ച് ടേസ്റ്റ് ചെയ്തു. പഴയ ഞങ്ങളുടെ യൂസ് ചെയ്തിട്ട് ഗ്ലാസ്സിൽ ടേസ്റ്റ് ചെയ്തു. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഒരു ഗ്ലാസ് ഇത്ര ഏജുണ്ട്. കാരണം ആ ഗ്ലാസ്സിലുള്ള ബബിൾസ് എങ്ങനെ പോകുന്നു, എങ്ങനെ ഷാമ്പയിനാണെങ്കിൽ ബബിൾസ് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ ഗ്ലാസ്സിലേക്ക് എയർ എന്തോരം വരുന്നു, അതിലേക്ക് അനുസരിച്ചായിരിക്കും. പക്ഷേ ഈ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത് ഈ ഗ്ലാസ് ഒരു ടേസ്റ്റിങ്ങിന് വേണ്ടി ജസ്റ്റ് വെച്ചാണ്. അപ്പോൾ അതാണ് ആ ഗ്ലാസിനെ കുറിച്ച് പറയാനുള്ളത്. ജനറലി ഒരു നല്ല വൈൻ ടേസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.